ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എനിക്ക് ഈ സൂം മീറ്റിങ്ങിൽ ഇങ്ങനെ വന്ന് കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി സംസാരിപ്പാൻ ദൈവം തന്ന അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ ഈ ലൈനിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതെല്ലാം നമുക്ക് തോന്നും ഒരുപക്ഷെ പലതും യാദൃശ്ചികങ്ങളാണെന്ന്. പക്ഷെ അല്ല, ദൈവമെല്ലാം തീരുമാനിച്ച് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു സർവശക്തനായ ദൈവത്തെ സേവിക്കാൻ നമുക്കെല്ലാം ഭാഗ്യം ലഭിച്ചതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ദൈവം എനിക്ക് തന്ന ഒരു വാക്യം, രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ഞാൻ ഈ വാക്യത്തിനകത്ത് പ്രത്യേകിച്ച് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിന്റെ കീഴെ വരുന്നതിനെ കുറിച്ചാണ്. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിന്റെ കീഴെ അഭയം കണ്ടെത്തുന്നവർ, അവരെ പോലെ ഭാഗ്യവാന്മാരായിട്ട് ആരുമില്ല. നമുക്കിവിടെ അറിയാം, നമ്മൾ കാണുന്നത് ഈ പറയുന്നത് വാസ്തവത്തില് ബോവസ് രൂത്തിനോട് പറയുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോ ഇവിടെ വായിച്ചത്. നമുക്കറിയാം രൂത്തിനെ കുറിച്ച്, നമുക്ക് നന്നായിട്ട് പലർക്കും അറിയാം രൂത്തിനെ കുറിച്ച്. ഞാനൊരു അല്പമായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പറയാം രൂത്തിനെ കുറിച്ച്. രൂത്ത് എന്ന് പറയുന്നത് എല്ലാവരാലും സത്യം പറയാൻ ദൈവത്താൽ ആക്ച്വലി ദൈവം തെരഞ്ഞെടുക്കാത്ത, ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട ഒരു ജാതിയാണ് മോവാബ്യർ എന്ന് പറഞ്ഞാൽ. നമ്മൾ വായിക്കുന്നുണ്ട് 10ാം തലമുറ വരെ അവർക്ക് ദൈവസന്നിധി ചെല്ലാനായിട്ട് അധികാരമില്ല. അങ്ങനെയുള്ള ഒരു വംശത്തിൽ ജനിച്ച ഒരു സ്ത്രീയാണ് ഈ രൂത്ത്. പക്ഷെ ഈ രൂത്ത് എങ്ങനെ ഇസ്രായേലി വന്നു? രൂത്ത് ഇസ്രായേലി വരാനായിട്ട് വാസ്തവത്തില് ഒരു വലിയ അത്ഭുതം അത്. കാരണം എലീമേലെക്ക് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഭാര്യയായ നവോമിയോട് കൂടെ അവര് മോവാബി ദേശത്ത് ചെന്ന് പാർക്കുക. അവിടെ ചെന്ന് അവരുടെ 2 മക്കളും അവിടുത്തെ പെമ്പിള്ളാരെ തന്നെ കല്യാണം കഴിച്ചതിന് ശേഷം എലീമേലെക്കും മരിച്ചുപോയി, ഈ മക്കള് 2ഉം മരിച്ചുപോയി. ഇപ്പൊ അവസാനം ശേഷിച്ചത് ആരാന്നറിയാം? നവോമിയും ഈ സ്ത്രീകൾ 2 പേര്, ഓർപ്പായും രൂത്തും. അപ്പം നമ്മളവിടെ കാണുന്ന 1-ാം അധ്യായം നമ്മളിങ്ങോട്ട് വായിച്ചു വരുമ്പോൾ നമുക്കറിയാം അവര് വളരെ വളരെ ഉച്ചത്തില് അവര് 3 പേരും കൂടെ കരഞ്ഞിട്ട് നവോമി പറയുക, നിങ്ങൾ എൻ്റെ കൂട്ടത്തിൽ വരണ്ട, ഞാൻ ഇസ്രായേലിലേക്ക് പോവുക. പക്ഷേ എനിക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. നിങ്ങൾ വന്നിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ അല്ലെ നിങ്ങളുടെ പിതൃഭവനത്തിലേക്ക് നിങ്ങൾ തിരിച്ചു പോകും. അപ്പോഴത്തേനും ന്യായമായിട്ട് പിതൃഭവനത്തിലേക്ക് തിരിച്ചു പോകാൻ പറഞ്ഞപ്പോഴത്തേനും പോകരുതോ അവർക്കല്ലാതെ എന്തിനാ ഈ അമ്മായിയമ്മയുടെ കൂടെ വേറൊരു ദേശത്തേക്ക് പോകേണ്ട യാതൊരു കാര്യമില്ല. ഓർപ്പ എന്ത് ചെയ്തു? അവള് കരഞ്ഞ് അവള് പറഞ്ഞു, ശരി അമ്മച്ചി പറഞ്ഞ പോലെ തന്നെ ഞാനങ്ങ് തിരിച്ചു പോവുക. അമ്മച്ചിക്ക് ഒരു വിഷമവും ഇല്ല, അമ്മച്ചി അനുവാദം കൊടുത്തല്ലോ. അനുവാദം കിട്ടിയ ഒരു കാര്യമാണ് തിരിച്ചു പോകാൻ. അപ്പം ഓർപ്പ തിരിച്ചുപോയി. പക്ഷെ രൂത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. രൂത്ത് 1-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിലാണ് രൂത്ത് പറയുന്നുണ്ട്, നിന്റെ ദൈവം എൻ്റെ ദൈവം, നീ പോകുന്നിടത്ത് ഞാനും വരും, അത് നീ മരിക്കുന്നിടത്ത് ഞാൻ മരിച്ചടക്കപ്പെടും. അത് ഭയങ്കര ഒരു ഇങ്ങനെ രൂത്ത് പറയുന്നത്, നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാൻ എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും, നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. ഇവിടെയാണ് രൂത്തിന്റെ ജീവിതത്തിന്റെ ഒരു പ്രത്യേകത നമ്മൾ കാണുന്നത്. ഇപ്പൊ സിസ്റ്റർ എന്നെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെ എൻ്റെ ജീവിതത്തിലും ഇത് തന്നെയായിരുന്നു. രൂത്തിനെ പോലെ എല്ലായിടത്തും നിന്ദിക്കപ്പെട്ട, യാതൊരു തരത്തിലും ഒരർഹതയും ഇല്ലായിരുന്നു ദൈവസന്നിധിയിലേക്ക് വരാൻ. പക്ഷേ നമ്മളൊരു വാക്യം വായിക്കുന്നുണ്ട് രൂത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തില്, ഭാഗ്യവശാല് അവള് ബോവസിന്റെ വയലിലാ ചെന്ന് പെട്ടതെന്ന്. എന്ന് പറഞ്ഞാല് നമുക്കറിയാം ഈ രൂത്ത്
അമ്മായിയമ്മ കുറെ എല്ലാം പറഞ്ഞു നോക്കിയിട്ട് ഒരു രക്ഷയില്ല. ഒടുവിൽ അമ്മായിയമ്മ മനസ്സിലാക്കി എന്തായാലും രൂത്ത് മാറുകയില്ല. അതുകൊണ്ട് അമ്മായിയമ്മ അങ്ങ് സമ്മതിച്ചു രൂത്തിനെയും കൊണ്ട് പോരാൻ. അങ്ങനെ രൂത്തിനെയും കൊണ്ട് വന്ന് ഇസ്രായേലിൽ വന്ന് താമസമാക്കി. താമസമാക്കി കഴിഞ്ഞപ്പോഴത്തേക്കിനും ജീവിക്കണ്ടേ? അപ്പൊ രൂത്ത് പറഞ്ഞു, അമ്മച്ചിയോട് പറഞ്ഞു, "ഞാന് എവിടെയെങ്കിലും പോയി വയലിൽ വല്ലോം പെറുക്കി എന്തെങ്കിലും ചെയ്ത് ജോലി ചെയ്ത് നമുക്ക് ജീവിക്കാം" എന്ന് പറഞ്ഞ് സോറി എന്ന് പറഞ്ഞിട്ട് ഈ ബോവസിന്റെ വയലിലാണ് ചെന്ന് പെറുക്കാൻ പോകുന്നത്. അതിന്റെ രണ്ടാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, അങ്ങനെ അവൾ പോയി വയലിൽ കൊയ്ത്തുകാരുടെ പിന്നാലെ ചെന്ന് പെറുക്കി. ഭാഗ്യവശാൽ അവൾ എലിമലേക്കിന്റെ കുടുംബക്കാരനായ ബോവസിനുള്ള വയലിലായിരുന്നു ചെന്നത്. അതാണ് ജീവിതത്തിൽ വന്ന ഒരു വലിയ ഭാഗ്യം. ഭാഗ്യവശാല് അവള് ചെന്നത് ബോവസിന്റെ വയലിലാ. ബോവസിന്റെ വയലിൽ ചെന്നപ്പം നമുക്കറിയാം അതിന്റെ താഴോട്ട് ഞാൻ ഇതെല്ലാം പറയാനായിട്ട് ഒത്തിരി സമയമില്ലല്ലോ. അപ്പൊ ഞാൻ എന്റെ 8-ാം വാക്യം, ബോവസ് രൂത്തിനോട്, "കേട്ടോ മകളെ, പെറുക്കുവാൻ നീ വേറൊരു വയലിൽ പോകണ്ട. ഇവിടം വിടുകയും വേണ്ട. ഇവിടെ എന്റെ ബാല്യക്കാരത്തികളോട് ചേർന്ന് കൊള്ളുക." അങ്ങനെ ബോവസ് എന്ത് ചെയ്യുന്നു? അവളോട് കരുണ കാണിക്കുന്നു, അവളോട് ദയ കാണിക്കുന്നു. അപ്പോഴത്തേനും ഈ 10-ാം വാക്യത്തില് ഇവളുടെ താഴ്മയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അവൾ സാഷ്ടാംഗം വീണ് അവനോട്, "ഞാൻ അന്യദേശക്കാരത്തി ആയിരിക്കെ നീ എന്നെ വിചാരിപ്പാൻ തക്കവണ്ണം നിനക്ക് എന്നോട് ദയ തോന്നിയത് എങ്ങനെ" എന്ന് പറഞ്ഞു. അതിന് ബോവസ് അവളോട്, "നിന്റെ ഭർത്താവ് മരിച്ച ശേഷം അമ്മാവിയമ്മയ്ക്ക് നീ ചെയ്തിരിക്കുന്നതും നിന്റെ അപ്പനെയും അമ്മയെയും സ്വദേശത്തെയും വിട്ട് മുമ്പേ അറിയാത്ത ജനത്തിന്റെ അടുക്കൽ വന്നിരിക്കുന്നതുമായ വിവരമൊക്കെയും ഞാൻ കേട്ടിരിക്കുന്നു. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക്." അതാണ് ഇവിടെ രൂത്ത് ചെയ്തത്. രൂത്ത് എന്താ ചെയ്തത്? രൂത്തിന്റെ ജീവിതത്തിൽ രൂത്ത് ചെയ്ത ഒരു പ്രത്യേകത, യഹോവയുടെ ചിറകിൽ ആശ്രയിച്ചാണ് രൂത്ത് വന്നത്. നമുക്ക് തോന്നും ജീവിതത്തിന്റെ മുമ്പിൽ ഒന്നും കാണാനില്ല, എല്ലാം ശൂന്യതയാ, ഒന്നും കാണാനില്ല. ആ ഒന്നും കാണാനില്ലാത്ത ജീവിതത്തിന്റെ മുന്നില് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, നിന്റെ ദൈവം എന്റെ ദൈവം എന്ന് പറഞ്ഞ് രൂത്ത് ഈ ദേശത്തേക്ക് വന്നു. ഞാൻ ഒത്തിരി ഈ ഈ രൂത്തിന്റെ ഭാഗങ്ങൾ വായിക്കുമ്പം ഒത്തിരി ഞാൻ എന്നോട് റിലേറ്റ് ചെയ്യാറുണ്ട്. എൻ്റെ ജീവിതത്തിലും എനിക്ക് 14 വയസ്സുള്ളപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടു. ഒരു ഹിന്ദു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വിശ്വാസത്തിലേക്ക് വരുന്നത്. ആ വിശ്വാസത്തിൽ വരുമ്പോൾ ഞാനും എൻ്റെ അമ്മയ്ക്ക് അന്ന് 30 വയസ്സേ ഉള്ളൂ. ഞാനും എൻ്റെ അമ്മയും എൻ്റെ അനിയത്തിയും കൂടെ ഇതുപോലെ വേറെ ആൺതുണയൊന്നും ഇല്ലാത്ത, ഒന്നും മുന്നിൽ കാണാനില്ലാത്ത ഒരു സ്ഥിതിയിലാണ് ഞങ്ങൾ കർത്താവിങ്കിലേക്ക് വരുന്നത്. ശരിക്കും പറഞ്ഞാല് മുഴുവനും ചോരുന്ന ഒരു വീടും ഒരു മുറി ഒരു അടുക്കളയുണ്ട് ഞങ്ങൾക്ക്. അത് മുഴുവൻ ചോരും. അങ്ങനത്തെ ചോരുന്ന ഒരു വീട്ടില് ഈ 3 പെണ്ണുങ്ങളും കൂടെ കിടക്കുമ്പം എൻ്റെ അമ്മ അന്ന് എനിക്ക് 15 വയസ്സുള്ള സമയത്ത് എൻ്റെ അമ്മയ്ക്ക് 31 വയസ്സേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് ആ ഉറങ്ങാൻ ഒരു അടച്ച് ഉറപ്പില്ലാത്ത ഒരു വീട്ടില് എങ്ങനെ കിടന്നുറങ്ങുന്നത്? പക്ഷെ എൻ്റെ അമ്മ എന്ത് ചെയ്യുമായിരുന്നറിയാമോ? അമ്മ ഉറങ്ങാതെ ഇങ്ങനെ നമ്മളൊന്ന് പതുക്കെ വിളിച്ചാൽ മതി, അന്നേരം അമ്മ ഉണരും. കാരണം അത്രയ്ക്കും അമ്മ അലേർട്ടായിരുന്നു. പക്ഷെ അന്നേരം എല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? ഈ രൂത്തിനെ പോലെ തന്നെ ഞങ്ങൾ ദൈവത്തിന്റെ ചിറകിന്റെ കീഴിലാണ് ശരണം പ്രാപിച്ചത്. ദൈവത്തിന്റെ ചിറകിന്റെ കീഴിൽ ശരണം പ്രാപിച്ചത് കൊണ്ട് ദൈവം ഞങ്ങളെ കൈവിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ രൂത്തിന്റെ കാര്യം വായിക്കുമ്പം വളരെ എനിക്ക് സന്തോഷം തോന്നാറുണ്ട്. ഇവിടെ വായിച്ചതുപോലെ ആ കർത്താവിന്റെ അല്ലെ ദൈവത്തിന്റെ ചിറകിന്റെ കീഴിൽ അഭയം കണ്ടെത്തിയത് കൊണ്ട് രൂത്തിന്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങള്. ഓർപ്പയോ അവക്കൊരു ഇതിനൊരു വഴിയുണ്ടായിരുന്നു. അവള് തിരിച്ചു പോയാൽ ഒരു കുഴപ്പമില്ലായിരുന്നു. രൂത്തിനും അതുപോലെ തിരിച്ചു പോകാമായിരുന്നു. പക്ഷെ രൂത്ത് എന്താ ചെയ്തേ? രൂത്ത് ദൈവത്തെ തെരഞ്ഞെടുത്തു, ദൈവസന്നിധിയെ തെരഞ്ഞെടുത്തു. മുന്നിലുള്ളതൊന്നും കണ്ടിട്ടല്ല. പലപ്പോഴും നമുക്കറിയാം, മനുഷ്യരെല്ലാം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം എല്ലാം പ്ലാൻ ചെയ്താ ചെയ്യുന്നത്. പക്ഷെ ഈ റൂത്തിനെ സംബന്ധിച്ച് ഒരു പ്ലാനിങ്ങും ചെയ്യാനില്ല അവിടെ മുമ്പില്. പക്ഷേ കർത്താവിന്റെ സന്നിധി കടന്നു വന്നതുകൊണ്ട് അവളുടെ ജീവിതം കംപ്ലീറ്റ് ആയിട്ട് വ്യത്യാസപ്പെടുക. നമുക്കറിയാം, അവസാനം നമ്മൾ മുന്നോട്ട് വായിച്ചു വരുമ്പോഴത്തേനും
അവിടുത്തെ ഒരു മഹാധനവാനാണ് ഈ ബോവസ് എന്ന് പറയുന്നത്. നവോമി ഈ രൂത്തിനോട് പറയുക, നമുക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ടെങ്കിൽ അത് അവനാ. നമ്മളെ വീണ്ടെടുക്കാനുള്ളവൻ അവനാ എന്നാണ് നവോമി രൂത്തിനോട് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ തന്നെയാണ്. നമ്മൾ ആ വയലിലേക്ക് ഭാഗ്യവശാൽ നമ്മൾ കടന്നു വന്ന വയല്, നമ്മൾ കർത്താവിന്റെ വയലിലേക്കാണ് കടന്നു വന്നത്. യേശുവിന്റെ ചിറകിന്റെ കീഴിലേക്ക് നമ്മൾ വന്നതുകൊണ്ട് എന്താ സംഭവിച്ചത്? നമുക്ക് വലിയൊരു ആശ്രയം കിട്ടി. എൻ്റെ ജീവിതത്തില് ദൈവം അതുപോലൊരു വലിയ ആശ്രയം തന്നു. ഞങ്ങൾക്ക് ഒരു ആ ആ സമയത്തെ ജീവിതത്തെ നോക്കിയാല് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നോ ഒരു കാര്യങ്ങളും അറിയത്തില്ല. എല്ലായിടത്തും വഴി അടഞ്ഞു. എല്ലാ വഴികളും അടഞ്ഞു. ഒരു വഴിയും തുറക്കപ്പെടാത്ത ഒരു പ്രത്യേക സാഹചര്യത്തില് ചെങ്കടലിൽ കൂടെ വഴിയൊരുക്കുന്ന ദൈവം എന്താ ചെയ്തത്? ഇവിടെ രൂത്തിന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതത്തെ പ്രവർത്തിച്ചു. നമ്മൾ അതിന്റെ താഴോട്ട് വായിച്ചു വരുമ്പോഴത്തേക്കിനും നമ്മൾ കാണുന്നുണ്ട്, അത്യുന്നതന്റെ മറവിൽ വസിച്ചത് കൊണ്ട് അവളുടെ ജീവിതത്തിൽ നമ്മള് 91 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 91 സങ്കീർത്തനം അതിന്റെ ന 1, 2, 3, 4 വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നേ, അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവൻ, സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുന്നവന്, അവന് ദൈവം അവന്റെ സങ്കേതമാണ്, അവന്റെ കോട്ടയാണ്. അങ്ങനെയുള്ളപ്പം അവന്റെ ജീവിതത്തിൽ വലിയ പ്രത്യേകതയുണ്ട്. എന്താണ്? അവനെ വേട്ടക്കാരന്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും ദൈവം വിടുവിക്കും. ദൈവത്തിന്റെ തൂവലുകൾ കൊണ്ട് ദൈവം അവനെ മറയ്ക്കും. അത് തന്നെയാണ് ഇവിടെ രൂത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. നമ്മൾ വായിക്കുന്നുണ്ട്, സങ്കീർത്തനം 34 സങ്കീർത്തനത്തിന്റെ 5 വാക്യത്തിൽ വായിക്കുന്നു, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയ ആരുടെയും മുഖം ലജ്ജിച്ചു പോകാൻ ദൈവം ഇതുവരെ ഇടവരുത്തിയിട്ടില്ല. ദൈവവചനം സത്യമാണ്. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് സമ്പൂർണ്ണ സത്യമാണ്. അപ്പൊ ദൈവം പറയാണ്, നിങ്ങൾ എൻ്റെ മുഖത്തേക്കാണ് നോക്കിയെങ്കിൽ നിങ്ങൾ ഒരിക്കലും ക്ഷീണിച്ചു പോകത്തില്ല. നമുക്കറിയാം ഓർപ്പയ്ക്ക് എന്നാ സംഭവിച്ചതെന്ന് നമുക്കറിയത്തില്ല. ഇതാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ വ്യത്യാസം. മനസ്സിലായോ? നമ്മൾ മുന്നിലൊന്നും കാണുന്നില്ലെങ്കിലും നമ്മുടെ കർത്താവിനെ കണ്ട് കർത്താവിനോട് പറ്റിച്ചേരുമ്പോഴത്തേക്കിനും നമ്മുടെ ജീവിതത്തിന്റെ എൻഡ് വളരെ വ്യത്യാസമായിരിക്കും. ഓർപ്പയുടെ എൻഡ് അല്ല രൂത്തിന്റെ എൻഡ്. രൂത്തും ഓർപ്പയും ഒരേ സ്ഥലത്തു നിന്നുള്ള ആൾക്കാരായിരുന്നെങ്കിലും ഒരേ സിറ്റുവേഷൻ. പക്ഷെ എന്താ സംഭവിച്ചത്? രൂത്തിന്റെ ജീവിതത്തിൽ രൂത്തിന് വീണ്ടെടുപ്പുകാരനായി ബോവസ് അവളെ വീണ്ടെടുത്തു എന്ന് മാത്രമല്ല, എലീമേലെക്കിനുള്ളതെല്ലാം ബോവസ് വീണ്ടെടുത്തു. അപ്പൊ ഈ രൂത്ത് എന്താ ചെയ്തത്? ഒരു ഒരു മരുമോളെന്നുള്ളതിനെക്കാട്ടിലും ഒരു മോനെ പോലെ, ഒരു മോളെ പോലെ ഈ നവോമിക്ക് വേണ്ടി രൂത്ത് നിന്നു. അതിന് കാരണം സ്വർഗത്തിലെ ദൈവത്തിൽ അവൾ ആശ്രയിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? പിന്നീട് നമുക്കറിയാം, യേശുക്രിസ്തുവിന്റെ ജനനത്തിങ്കിൽ പോലും റൂത്തിന്റെ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാ? ഈ രൂത്തിന് ബോവസിൽ ഉണ്ടായ സന്തതിയിൽ നിന്നാണ് ഈ ദാവീദ് ഉണ്ടായത്. അതെ, അല്ലെങ്കിൽ ഇശായിയുടെ വലിയ അപ്പച്ചനായിരുന്നു ആര്? രൂത്തിന്റെ മകന്, അല്ലെ ബോവസിലുണ്ടായ മകന്. ഓർത്തു നോക്ക്, ദൈവത്തിന്റെ പ്രവൃത്തി എത്ര അത്ഭുതകരമാണ്. നമുക്കാർക്കും അതിന്റെ ഒന്നും കാര്യം അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഞാൻ ഒരു സാക്ഷ്യങ്ങളൊന്നും അങ്ങനെ ഒത്തിരി പറയാൻ സമയമില്ലെങ്കിലും ഞാൻ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഞാൻ പറയാം. ഞാൻ ഈ അമേരിക്കയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ഏജൻസിയിലായിരുന്നു സൈനപ്പ് ചെയ്തത് ഇവിടോട്ട് വരാൻ വേണ്ടി. അപ്പോഴത്തേന് അവരെന്ത് ചെയ്തു, അതിന്റെ ഒരു ഡയറക്ടർ എന്ന് പറയുന്ന അദ്ദേഹം ഞങ്ങളെ കാണാനായിട്ട് വിളിപ്പിച്ചപ്പോൾ ഞങ്ങളൊരു 40 പേരുണ്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി ഒരുമിച്ച് ഇങ്ങനെ. അതിലുള്ളത് എല്ലാ പിള്ളേരും BSc നഴ്സിംഗ് കഴിഞ്ഞവരും എല്ലാം യങ് പിള്ളേരുമാണ്. പക്ഷെ എനിക്ക് അന്ന് ഒരു 36 വയസ്സൊക്കെ ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന് എന്നെ ഒട്ടും പിടിച്ചില്ല. അമേരിക്കയ്ക്ക് വരാൻ യാതൊരു യോഗ്യതയില്ലാത്ത ഒരാളാണ് ഞാനെന്ന് പുള്ളി അങ്ങ് തീരുമാനിച്ചു. കാരണം ഞാൻ നേഴ്സിംഗ് പഠിച്ചത് തന്നെ ഞാൻ ബീഹാറിലാണ്. അപ്പൊ അവിടെ വലിയ ഇംഗ്ലീഷിന്റെ ഇതൊന്നുമില്ല. അപ്പൊ എനിക്കാണെങ്കിൽ നല്ലപോലെ ഇംഗ്ലീഷിൽ അന്നൊന്നും സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. പിന്നെ എൻ്റെ ഭർത്താവിനെ എന്നെയും അദ്ദേഹം വിളിപ്പിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, നീ ഒരിക്കലും അമേരിക്കയിൽ പോകത്തില്ല. കാരണം നിനക്ക് ഈ പരീക്ഷകളെല്ലാം പാസ്സാകാൻ പറ്റത്തില്ല. കാരണം ഒത്തിരി പരീക്ഷകൾ പാസ്സാകാനുണ്ട്, ഇംഗ്ലീഷ് തന്നെ പല ടെസ്റ്റുകൾ പാസ്സാകാനുണ്ട്. ഇതൊന്നും പാസ്സായി നീ പോകത്തില്ല. അതിന്റെ കാരണം നിന്റെ പിള്ളേരെ
കൊച്ചു പിള്ളാരാ. എൻ്റെ മക്കൾക്ക് അന്ന് 6 വയസ്സും 4 വയസ്സേ ഉള്ളൂ. അപ്പൊ ഈ കുഞ്ഞു പിള്ളാരെ ഇട്ടിട്ട് ഇതെല്ലാം പഠിച്ച് പാസ്സായി നീ പോവുക എന്ന് പറയുന്നത് ഒരിക്കലും സംഭവിക്കത്തില്ല. അങ്ങനെ ഇദ്ദേഹം പറഞ്ഞ സമയത്ത് പെട്ടെന്ന് എൻ്റെ ഉള്ളില് ഇങ്ങനെ ഒരു നമ്മുടെ ദാവീദിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോ ഇങ്ങനെ ദാവീദ് പറയുന്നുണ്ടല്ലോ, ഗോലിയാത്തിന്റെ മുമ്പില് ചെല്ലാൻ ദാവീദിന് ധൈര്യം കിട്ടിയ എന്തുകൊണ്ടാ? പണ്ട് കരടിയെ കീറിയിട്ടുണ്ട്, സിംഹത്തെ കീറിയിട്ടുണ്ട്. കാരണം വിശ്വാസത്താൽ കരടിയെ കീറുന്ന, സിംഹത്തെ കീറുന്ന ആ വിശ്വാസം അവനിൽ അങ്ങ് വന്നു. അപ്പോഴാണ് അവൻ പറഞ്ഞത്, അവന്റെ ഹൃദയത്തില് അവന് മനസ്സിലായത് ഈ ഒരു കല്ല് മതി എനിക്ക് ഗോലിയാത്തിനെ വീഴിക്കാൻ എന്ന് ദാവീദ് അങ്ങ് വിശ്വസിക്കുക. നമ്മുടെ വിശ്വാസമാണ് ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. ഞാൻ ഉടനെ ആ വിശ്വാസം എൻ്റെ ഉള്ളിലും വന്നു. ഞാൻ ഉടനെ അദ്ദേഹത്തോട് പറയുക, അദ്ദേഹം ഒരു ന്യൂസിലൻഡിൽ നിന്ന് വന്ന ഒരു മനുഷ്യനാ. അപ്പം പുള്ളിക്ക് നമ്മുടെ ഈ വിശ്വാസം ഒന്നും അറിയത്തില്ല, ഒരു ഹിന്ദു മനുഷ്യനാ. പക്ഷെ അദ്ദേഹത്തിന് മുമ്പിൽ ഞാൻ പറയുക, എൻ്റെ ഒരു പൊട്ടിയെ പോലെ ഞാൻ പറയുക, ഞാൻ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്, ജീവനുള്ള ഒരു ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഫെയ്ത്ത് കാരണം എനിക്കറിയാം ഞാൻ പോകും, ദൈവം ഇതെല്ലാം എൻ്റെ ജീവിതത്തെ സാധിപ്പിക്കും. ഇത് കേട്ടപ്പോഴത്തേന് അദ്ദേഹത്തിന് ചിരിയാ വന്നത്. നമുക്കറിയാലോ, അത് അവിശ്വാസിയായ ഒരാൾ കേൾക്കുമ്പോൾ അവർക്ക് എന്നാ തോന്നുന്നത്. അദ്ദേഹം ഉടനെ ചിരിച്ചിട്ട് പറഞ്ഞ്, നിന്റെ വിശ്വാസത്തിന്റെ കാര്യമൊന്നും ഇവിടെ പറയണ്ട, അതൊന്നും നടക്കുന്ന കാര്യമില്ല, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അഥവാ നീ പോകുവാണെങ്കിൽ, നീ അമേരിക്കയ്ക്ക് പോവുകയാണെങ്കിൽ അന്ന് ഞാൻ നിനക്ക് ഒരു ഇമെയിൽ എഴുതും, ഐ ആം സോറി എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി എന്ന് ഞാൻ നിനക്ക് ഇമെയിൽ എഴുതാം എന്ന് പറഞ്ഞു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ആ സംഭവം ഓർത്ത്, അതുകൊണ്ടാണ് ഇപ്പം ഞാനത് പറയാനിടയായത്. അപ്പോഴത്തേക്കിന് എന്താ സംഭവിച്ചെന്നറിയോ? ഇദ്ദേഹം പറഞ്ഞു ഞാനിതൊന്നും പാസ്സാകത്തില്ല. പക്ഷെ സ്വർഗത്തിലെ ദൈവം ഇതെല്ലാം പാസ്സാകാൻ ദൈവം എന്നെ സഹായിച്ചു. മറ്റെല്ലാരെക്കാളിലും മുമ്പ് ഫസ്റ്റ് ചാൻസിൽ ഞാൻ പാസ്സായി. മാത്രമല്ല, അവർക്ക് ഒരു 200 പേരോളം ആ ഏജൻസിയിലുണ്ട്. ആ 200 പേരിലും ഫസ്റ്റ് ഫാമിലി ആയിട്ട് ഞാൻ ഡൽഹി എസ്കോർട്ടിൽ നിന്നാണ് ഞാൻ ഇവിടെ അമേരിക്കയ്ക്ക് വരുന്നത്. ഡൽഹി എസ്കോർട്ടിൻ്റെ അവിടെ എല്ലായിടത്തും എൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെയും എൻ്റെ 2 കുഞ്ഞു കൊച്ചുങ്ങളുടെയും പടം എല്ലായിടത്തും വെച്ചു. ദിസ് ഈസ് അവർ ഫസ്റ്റ് ഫാമിലി ടു അമേരിക്ക എന്നും പറഞ്ഞു എല്ലായിടത്തും വെച്ചു. അതിനുശേഷം അപ്പൊ ഞാനിതൊക്കെ മറന്നുപോയി, ഇദ്ദേഹം എന്നോട് ക്ഷമ പറയാന്ന് പറഞ്ഞു നോക്കാൻ. അപ്പൊ എന്താ സംഭവിച്ചെന്നറിയാമോ? എനിക്ക് മാത്രം ഞാനെല്ലാം പാസ്സായി, എനിക്ക് വിസ കിട്ടി, ഞാനും എൻ്റെ ഫാമിലിക്കും വിസ കിട്ടി. ഞങ്ങൾ വരാനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന സമയത്ത് ഞാനൊരു എലിവേറ്റർ, ഒരു ലിഫ്റ്റ് കയറിയ സമയത്ത് ഈ മനുഷ്യൻ ഓടി വന്ന ലിഫ്റ്റിലോട്ട് കയറി. ഞാൻ എസ്കോർട്സിലുള്ള സമയത്ത് എന്നെ കണ്ടതും അദ്ദേഹം പറഞ്ഞു, അയ്യോ ജലജ, നിന്നെ കണ്ടല്ലോ, ഐ ആം വെരി സോറി. ഞാൻ പറയുക, നമ്മുടെ ദൈവം ആരാ? നമ്മുടെ ദൈവം ആരാ? നമ്മുടെ ദൈവത്തിന്റെ ചിറകിന്റെ കീഴിലാണ് നമ്മളെ ശരണം പ്രാപിച്ചിരിക്കുന്നത് എങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം പറഞ്ഞേക്കുന്ന എന്താണെന്നറിയോ? ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും, പക്ഷെ യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. നീതിമാന്റെ സന്തതി, അതായത് നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി അപ്പത്തിനിരക്കുന്നതും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലെന്ന് ദാവീദ് പറയുന്നു. ഞാനും എൻ്റെ ജീവിതത്തിൽ പറയുക, നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ നമ്മളെ ഒരിക്കലും ദൈവം കൈവിടത്തില്ല. അങ്ങനെ ഏറ്റവും ആദ്യം ഫസ്റ്റായിട്ട് അവരുടെ ഏജൻസിയിൽ നിന്ന് ആദ്യത്തെ ഫസ്റ്റ് ഫാമിലി ആയിട്ട് അമേരിക്കയിൽ വരാനായിട്ട് ദൈവം എന്നെ ഇടയാക്കി. അയാൾ എന്നോട് സോറി പറയാൻ മാത്രമല്ല, അയാൾ എനിക്ക് ഇമെയിൽ അയച്ച് സോറി പറഞ്ഞു. അതാ നമ്മുടെ ദൈവം. അപ്പൊ ഞാനിവിടെ പറഞ്ഞത്, രൂത്തിന്റെ ജീവിതത്തിലും അതുപോലെ സംഭവിച്ച. രൂത്ത് എന്ത് ചെയ്തു? ദൈവസന്നിധിയില് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ദൈവം അവൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചു. അവൾക്ക് ഇന്നിപ്പം നമ്മൾ പുതിയ നിയമം വായിക്കുമ്പോഴും നമുക്ക് രൂത്തിനെ കാണാം. രൂത്തിൽ കൂടി എന്ന് പറഞ്ഞാൽ രൂത്തിന്റെ പേരവിടെ വന്നു. അതാണ് ഓർപ്പ എവിടെ പോയെന്ന് നമുക്കറിയത്തില്ല. ഒരു തീരുമാനത്തിന്റെ വ്യത്യാസത്തില് ഓർപ്പയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് ഒരിക്കലും ഒരിടത്തും കാണുന്നില്ല. പക്ഷേ ഇപ്പോഴും പരിശുദ്ധാത്മാവ് രൂത്തിനെ കുറിച്ച് പറയുന്നു. എന്താണ് അതിന്റെ കാരണം? ദൈവത്തിലുള്ള ആശ്രയം. നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തിൽ ആശ്രയം വെച്ച ദൈവമക്കളെ, ദൈവം ഒരു കാര്യത്തിലും, ഭൗമികമോ ആത്മീയമോ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ദൈവം കൈവിടുകയില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ ദൈവം ജീവിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ വസിച്ച് നമ്മളെ വഴി നടത്തും.
ആകയാൽ ഈ പരിശുദ്ധനായ ദൈവത്തിന്റെ ചിറകിന്റെ കീഴിലേക്ക് കടന്നു വന്ന് അഭയം പ്രാപിച്ചാൽ ദൈവം അന്നേരം എന്നെ ചെയ്യുന്നറിയാ, തൂവലുകൾ കൊണ്ട് നിങ്ങളെ മറയ്ക്കും. നിങ്ങൾ പോകുന്നിടത്തെല്ലാം നിങ്ങളുടെ കൂടെ ഇരിക്കും. അതാ പറഞ്ഞ എന്നാ, യഹോവയിൽ ആശ്രയം വെക്കുമ്പോ എന്താ ചെയ്യുന്നേ, നാം പുറത്തു പോകുമ്പോഴും അകത്ത് വരുമ്പോഴും നാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. എപ്പോഴും എപ്പോഴും നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. എന്ന് പറഞ്ഞാൽ കഷ്ടതയില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. കഷ്ടതകളിൽ കൂടെ കടക്കുമ്പോഴും ദൈവ സാന്നിധ്യം നമ്മോട് കൂടെ ഇരിക്കും. ദൈവ സാന്നിധ്യം ഞാൻ ഞാൻ നിങ്ങളെ എല്ലാരെയും ചലഞ്ച് ചെയ്യുക. എന്താണെന്നറിയോ? ദൈവത്തിന്റെ ഹൃദയത്തില് ഒരു സ്വാധീനം പ്രാപിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ അതാണ് ജീവിതത്തിലെ ഭാഗ്യം. അവര് എല്ലാ കാലത്തും ഓർമ്മയിലിരിക്കും. നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും. ദുഷ്ടന്റെ പേര് ആരും ഓർക്കത്ത് പോലുമില്ല. ദുഷ്ടൻ എന്ന് പറഞ്ഞാൽ ആരാ? ദൈവത്തെ മറക്കുന്നവരാ. അതുകൊണ്ട് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കും.